ഉടുവയസ്സുകാരൻ ഗൈസ്, ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ട്. വേറൊന്നല്ല, അമ്പൂട്ടൻ ഇന്നലെ മെനങ്ങാൻ മതി താനെ എണീറ്റത് സെറ്റിലാന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അയ്യോ, ഞാൻ ലൈവായിട്ട് അതൊക്കെ ഒരു പ്രഷ്യസ് മൊമെന്റ് ആണ്. അവൻ ആദ്യമായിട്ട് എണീറ്റ് നിൽക്കുന്നത്. പക്ഷേ എവള് അലറിക്കൊണ്ട് വന്നതും അവൻ ആ ശബ്ദം കേട്ട് പിന്നെ ആകെ പാരിക്കായി. എന്ത് സംഭവം, നമ്മളെല്ലാരും കൂടി അയ്യോ ഇങ്ങനെ വിളിച്ചപ്പോ അവ ഞെട്ടിപ്പോയി. അപ്പം അതൊക്കെ ഒരു ഭയങ്കര മൊമെന്റ് ആണ് ഗൈസ്. കാരണം ഞാൻ അവന്റെ ഓരോ മൊമെന്റിലും അവന്റെ കൂടെ ഉണ്ട്. അപ്പം അവ എണീക്കുന്നത് കണ്ടപ്പോ അയ്യോ ഞാനങ്ങ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയുന്നില്ല. നമ്മളൊരു ഷോർട്സ് ഒരു കമന്റ് ചെയ്യാനുണ്ട്. ഞാനും ഇതുപോലെ ആയിരുന്നു. ആദ്യം കുഞ്ഞ് എഴുന്നേണ്ടപ്പോ ഞാൻ കരഞ്ഞു. പിന്നെ അവന്റെ കൂടെ പുറകെ നടന്ന ഓടിക്കരയുന്നു. ഇപ്പൊ താനെ എണീക്കും കേട്ടോ. തോന്നണം പുള്ളിക്ക്, തോന്നണം. എണീക്കടാ, ഒന്ന് എണീക്കടാകുമ്പോ നമ്മള് വീഡിയോ എടുക്കുമ്പോ എണീക്കില്ല കൈസേ. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുമ്പം അതങ്ങനെ എണീക്കും, താനെ എണീക്കും. അപ്പം ഗൈസ് ഇനി എത്ര ദിവസം ഉണ്ട്? നാളെയാണ് അമ്പൂട്ടന്റെ പിറന്നാള് ഗൈസ്. ഇവിടെ കൈ കണ്ടോ, ഇത് കണ്ടോ, ഇന്നലെ തൂത്തതാ. തൂത്ത് വല്ല ഇരുമ്പിനകത്ത് കയറി കൊണ്ട് കൈ മുറിഞ്ഞ്. എനിക്ക് അറിയാൻ വയ്യ. ആക്കണം എല്ലാരും, എനിക്ക് ഉമ്മടണം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വയസ്സാകുമ്പോഴത്തേക്കും നടക്കണമെന്ന്. ഒരു 10 ദിവസം ഉണ്ട്, അതിനുള്ളിൽ നടക്കുന്നുണ്ടോ? അമ്പൂട്ടന്റെ ഡ്രസ്സ് നമ്മൾ ആൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്ത്, നമ്മൾ അതിന്റെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഇപ്പൊ ജെമിനി ഉള്ളതുകൊണ്ട്, ജെമിനി ഉള്ളതുകൊണ്ട് അതിനകത്തിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഐഡിയ ഒക്കെ വെച്ചിട്ട് പറഞ്ഞപ്പോൾ ജെമിനി ഒരു സാധനം ചെയ്ത് തന്നു. പിന്നെ കറക്ഷൻ ചെയ്ത് അങ്ങനെ നമ്മളൊരു ഐഡിയയിൽ അമ്പൂട്ടനെ ഒരു തീം ചെയ്ത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റിച്ചിങ് എന്തായി ഇപ്പൊ കൊടുത്തിട്ട് 3-4 ദിവസം ആയില്ലേ? അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിപ്പോ എന്റെ അവളെ കൈ മാറി മാറി നടക്കുക. ഒരു കൊമ്പിന്ന് അപ്പുറത്തെ കൊമ്പി ചേർന്ന് കുരങ്ങനെ പോലെ. ഡുണ്ടുവിനെ എടുത്തോ, ഡുണ്ടുതോടെ മലന്ന് കിടക്കുന്നു. ഈ സാധനത്തിനുണ്ടല്ലോ, ഇത് ഭയങ്കര ജീവനാട്ടോ. ഇതിനെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഇതിനെ ആദ്യം എടുത്ത് ഉമ്മ വയ്ക്കുവൻ. കണ്ടോ, ഡുണ്ടൂന്ന് പറഞ്ഞ മരിക്കുന്നുണ്ട്. നിങ്ങളിട്ട പേരാ ഡുണ്ടു കേട്ടോ. ഞാൻ അതുകൊണ്ട് വേറെ ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാതെ. അവന് അതിനോടൊരു ഇമോഷൻ, ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ടോയ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കണക്ഷൻ പോകും. ഇതിപ്പോ ഭയങ്കര സ്നേഹം അവന്, അതിന്റെ ഒരു ഫേസ് അവനറിയാം. ഇന്ന് നമ്മളെ ചിറക്കലിലാണ് സുഹൃത്തുക്കളെ പോകുന്നത്. ഇത് മൊത്തം അഴുക്കാട്ടോ. നമ്മളെ ഒന്ന് കൊല്ലം വരെ പോയിട്ട് വന്നതാണ് ഗൈസ്. ഇതിന്റെ കോലം കണ്ടോ, കൊല്ലം വരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതാണ്. ഫുൾ ചാർജായി കിടക്കുക സാധനം. ഈ ബെഡ്ഷീറ്റ് ഇട്ടിരിക്കുന്ന വൃത്തികേടാണ്, പക്ഷെ വേറെ മാർഗ്ഗമില്ല ഗൈസ്. പൂച്ചയില്ലെങ്കിൽ കയറി മൊത്തം അള്ളി നാശമാക്കും. അതാണ് ഇട്ടേക്കുന്നത്. നീ ഫോർച്യൂണർ ഓട്ടിക്കാറായടാ, ഇറങ്ങിപ്പോടാ. ഇഷ്ടമാടി വണ്ടി ഓടിക്കാൻ, ഇഷ്ടമാ. ഞാൻ വണ്ടി ഓടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. കറക്കുന്നത് ഏട്ടൻ വണ്ടീന്ന് വീട്ടിൽ നിന്ന് വണ്ടി ധരിക്കുന്നത് നോക്കിയിരിക്കും ആ സ്റ്റിയറിംഗിലൊക്കെ. അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയാൽ എന്റെ അടുത്ത് വരത്തില്ലേ? വണ്ടി ഓടിക്കാൻ കൈയിട്ട് കടിയിട്ടാ എടാ പോടാ. അമ്പു ചെറിയൊരു വണ്ടിപ്രാന്തനാണെന്ന് തോന്നുന്നു ഗൈസ്. അമ്പൂട്ടന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ ഓരോന്നിന്റെ വില ഗൈസ്, വാട്ട് ടെറിബിൾ. വേണ്ടേ, ഈ ഡ്രസ്സൊക്കെ 12,000-13,000 രൂപയ്ക്ക് ആയിരിക്കും ഇതിന്റെ വില. അമ്പൂട്ടിന് തന്നെ കുറച്ച് തുണി മതിയത് കൊണ്ട് വലിയ റേറ്റ് ആവത്തില്ല. ഒരിക്കലും പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വാടകയാ, ഞാനും മൃദുലേ. വാടക ടീമുകളെ. ഫംഗ്ഷൻ ഇട്ടിട്ട് അടുത്ത എന്തിനെങ്കിലും ഇട്ടെന്ന് വെച്ചോ, മൃദുലക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളൂ എല്ലാ ഫംഗ്ഷനും. സത്യത്തില നമ്മളങ്ങനെ നമ്മളങ്ങനെ വീഡിയോയിൽ ഇപ്പം എല്ലാവരും പറയും ഈ ഡ്രസ്സ് തന്നെയല്ലേ എല്ലാത്തിലും ഇടുന്നേ. അങ്ങനൊന്നും ഇല്ല കൈസ്. നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സ് വാങ്ങിച്ചാൽ ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ അതെടുത്ത് കളയുമോ? ഇല്ല. എനിക്ക് അന്ന് ഒരു ബ്ലാക്ക് ഷർട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-50 വ്ളോഗിൽ ഞാൻ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഗോവയിൽ നിന്ന് ഒരു വട്ടം പോയപ്പോൾ വാങ്ങിച്ചത്. അത് തന്നെ ഞാൻ ഡെലിവറിക്ക് ഇട്ടിട്ടുണ്ട്, ഡെലിവറി വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഓരോ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഷർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷർട്ട് തന്നെ നോക്കി വെച്ചോ, ഇത് തന്നെ ഞാൻ ഇനി കുറേ വ്ളോഗിലിടും. അങ്ങനല്ല, വ്ളോഗ് എടുക്കുന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ ഇട്ട് ഡ്രസ്സ് പിന്നത്തെ വീഡിയോ ഇടാം, അങ്ങനൊന്നുമില്ല. നീ ഇട്ടിരിക്കണം ഇത് തന്നെ. ഇത് എത്ര വ്ളോഗ് ഇട്ടാ നീ? നാണോ ഉണ്ടോടാ? എല്ലാരും പറയത്തില്ലടാ നിനക്ക് ഇത് ഒരു ഡ്രസ്സേ ഉള്ളൂന്ന്. ഇടുന്നത് അപ്പൊ അങ്ങനൊന്നുമില്ല കേസ്. ഒരു ഡ്രസ്സ് നമുക്ക് എത്ര വേണേലും ഇടാം. എടാ ഈ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് 5-6 കൊല്ലം ഇടുന്ന ആൾക്കാരെ കൊണ്ട് ഇല്ലേ?
എവിടെയെങ്കിലും ഉണ്ട്. എന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ഡ്രസ്സ് എൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോ വട്ടവും വീഡിയോ എടുക്കുമ്പോൾ പുതിയ ഡ്രസ്സ് അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ആ ഫംഗ്ഷൻ എന്തെങ്കിലും വരുന്നെങ്കിൽ നമുക്കൊന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ വരുമ്പോൾ നമുക്ക് ഒരു പുതിയ ഡ്രസ്സ് ഇടണമെന്ന് തോന്നും. ഇതൊന്നും വേണ്ടറി. ഇത് കൊള്ളാല്ലേ, രാജകീയ പദവി. ഇതേ ഒരു കൊങ്കൊക്കെ ഉണ്ട് ഫ്രണ്ട്, കൊങ്ക് കളർ കൊള്ളത്തില്ലല്ലേ. അത് ഇടുന്ന ഡ്രസ്സിനോട് മാച്ച് ആവുന്ന, ഇപ്പം ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അതിനോട് ചേരും. ഇന്ന് അമ്പൂട്ട് നല്ല എന്തോ രാവിലെ കൊടുത്ത മുട്ടയാണോ പഴം പുഴുങ്ങിയത് കൊടുത്ത് ആ ദിവസം മൊത്തം ഇങ്ങനെ ആയിരിക്കും. ഇത് കാന്താര സിനിമയിൽ നിന്ന് കിട്ടിയതാ. കാന്താരയുടെ അലർച്ചല്ലോ കാന്താര എഫക്ട്. പോപ്കോൺ വേണോ എനിക്ക്? പോപ്കോൺ കാണിച്ചു തരാം ഞാൻ. പോപ്കോൺ കഴിഞ്ഞ ദിവസം PVR പോയപ്പോഴേ പോപ്കോൺ എടുത്ത് പോക്കറ്റ് ഇട്ട് ഇതാരടി പോക്കറ്റ് ഇട്ട് കഴിയില്ല. ജീൻസ് നമ്മൾ ആമ്പിള്ളേർ ജീൻസ് ഇട്ടല്ലോ ഒരാഴ്ചയൊക്കെ ഇടും. എന്നിട്ട് കഴിയും. സെയിൽസ്മാൻ അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. മഞ്ഞുണ്ട്. മഞ്ഞ തിരിഞ്ഞിരിക്കുന്ന അതെ. ഇനി പോപ്കോൺ ഉണ്ടോ? എന്റെ കൊച്ചി പോപ്കോൺ ഇല്ല. അത് ഏത് വേണോ? കാരമൽ വേണോ? ചീസ് വേണോ? എല്ലാം ഉണ്ടായിരുന്നില്ലേ? ചീസ് വേണമെങ്കിൽ അമ്പൂന്റെ നിക്കറ ഇട്ടത് ചീസ്. പിന്നെ തിന്നാൻ വേണ്ടി വിളിച്ചു വെച്ചില്ലടാ നീ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് ബ്ലോഗ് കാണുന്നു. എടാ നിന്നെയാടാ പറയുന്നത് വലുതാവുമ്പോ അമൃതോ നീ രാവിലെ പോയിട്ടാ. ഷർട്ട് വന്നു പിറന്നാളിന് ഇടാൻ വേണ്ടി ഷർട്ട് വന്നിടാമ്പോ ഗോൾഡൻ അല്ലേ. പക്ഷെ ഇത് വലിയ നമുക്ക് പിറന്നാളിന് അങ്ങനെ. അത് സൂപ്പർ സാധനം, ചാത്ത സാധനം, കളർഫുൾ. അത് ഇറച്ചി നിൽക്കും. അത് കഥകളി, സദ്യയുണ്ട്. പക്ഷെ അത് ചെറുതായിരിക്കും. 6 മാസത്തെയാണത്. 6 മന്താണ്. ഇത് വലിയ മഹേന്ദ്ര ബാഹുബലി. മിന്ദാദിതി ഏതാ? മിന്ദാദിതി ഏതാ? മഹേന്ദ്ര ബാഹുബലി. എന്തോടി എന്റെ കുട്ടി നോക്കിയോ? ബർത്ത്ഡേക്ക് മഹേന്ദ്ര ബാഹുബലിയാ. എത്തപ്പഴം തന്നെ കൊടുത്തത്. അവൻ പാട്ടോട് പാടി നേരത്തെ കളിച്ചത്. അമ്പു ഒരു വയസ്സ് വരെ പാടില്ല. ഇനി ഇവന്റെ കുറെ ഓടണമല്ലോ ദൈവം. ഇപ്പൊ കയ്യിലിരിക്കത്തില്ല. ഒടുവയസ്സ് ചന്തയിലെ വലിയ ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ ഇടിച്ചാലും നോവും. പൊത്തോന്ന് പറഞ്ഞൊന്നും വീഴുന്നു. ഡാൻസ് ഡാൻസ്. അയ്യോ അയ്യോ. എന്തോ ചട്ടമ്പത്തിലായിരുന്നു ഗൈസ്. അയ്യോ എനിക്കറിയാൻ പോയി കേട്ടോ. ഭയങ്കര ചട്ടമ്പത്തിലായിരുന്നു. കാണാം കവറി പിടിപ്പ്. നിന്നെ കുറിച്ച് കുറ്റം പറയുന്നത്. ബലൂൺ കൊടുത്തപ്പോ പിന്നെ അതിലായി. കുറെ നാൾക്ക് ശേഷം കല്യാണ ബിരിയാണി. ഇനിയിപ്പോ എനിക്ക് ഡ്രൈവിങ്ങിന് പോകണം. ഞാൻ പറഞ്ഞതാണ്ടേ മഴയൊക്കെ പെയ്ത് ഭയങ്കര മടിയാണ് ഗൈസ്. ജനുവരിയിൽ ടെസ്റ്റ് ആണ്. ഇനി കുറച്ച് മാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനിടയ്ക്ക് ചിലപ്പോൾ നാളെ ഇനി പഠിപ്പിക്കുന്ന നിന്റെ ഗുരുവിന് ചെന്നൈ പോകണം, ബിസിയാണ്. അപ്പം ഉള്ള ടൈം ക്ലാസ് മാക്സിമം ഒഴിവാക്കാതെ എടുക്കാൻ നോക്കുക. നല്ല ഡ്രൈവർ ആവണ്ടേ? ഞാനും അമ്പൂട്ടിനും കാറിലിരിക്കും. അപ്പൊ മൃദുല പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരും. ചോറൊക്കെ തിന്ന് ഞങ്ങളൊന്ന് എന്തോടാ അമ്മ വിളിയടാ. നാട്ടുകാരൊന്ന് കേക്കട്ടെ നീ അമ്മന്ന് വിളിക്കുന്നേ.
വേണ്ട വേണ്ട അത് വേണ്ടെന്ന് ആ കളി വേണ്ട അമ്മേ. എടാ അമ്മ വിളിയടാ. അമ്പൂട്ടനെ ഗിയർ മാറ്റി നോക്കണേ. ഇങ്ങോട്ട് ഇടും. കണ്ടോ കണ്ടോ കണ്ടോ. കുഞ്ഞിലേ ഇടുന്നത് ഇല്ലേ? കുറച്ചുകൂടെ 4-5 മാസമുള്ളപ്പോ തൊട്ട് അവ ഇടും. ഞാൻ ലോകം പോകുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ. ഇത് കണ്ടാണ് ചവിട്ടണം. അങ്ങനെ കളിച്ചൂടാ. വണ്ടിയുടെ ട്രാൻസ്മിഷൻ അടിച്ചു പോകും. ട്രാൻസ്മിഷൻ. അയ്യോ ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്ത് ആരാ വന്നേ? പ്രസിഡന്റ് വന്നേക്കല്ലേ. അതുകൊണ്ട് ഭയങ്കര തിരക്കാ ബ്ലോക്കാന്നൊക്കെ പറയുന്നു. ശക്തി പിടിച്ചിട്ട് പടകി പോകുമ്പോ മൃദുല ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇവൻ കാണാതെ വേണം അവൾ ഇറങ്ങിപ്പാൻ. അതുകൊണ്ട് ഇവളെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ മൂട് ഒരു വട്ടം പോയാ അവള് പോയി എന്ന് മനസ്സിലായാൽ പിന്നെ നിർത്താതെ കരഞ്ഞോണ്ടിരിക്കും അവള് വരുന്നത് വരെ. ഇതിപ്പോ ആശാൻ നമ്മൾ ചെറുതായിട്ട് പറ്റിച്ചു വെച്ചേക്കുക. ഇപ്പൊ അവള് ഇറങ്ങിയത് കണ്ടില്ല. അതുപോലെ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെ എടുത്ത് വെച്ചിരുന്ന അവൻ ഭയങ്കര ഹാപ്പിയാ. പക്ഷെ എന്റെ ഡ്രൈവിംഗ് ഇവിടെ മൊത്തം നക്കിടാ ഒറ്റേ ഞുണ്ണുണി എന്റെ അമ്മച്ചി ഇപ്പം വരും. നീ എങ്ങനെ പോയാൽ കൈസ് അവളൊരു 1 മണിക്കൂർ എടുക്കുമായിരിക്കും വരാൻ വേണ്ടിട്ട്. അടുപട നമ്മൾ ഹാപ്പി. അമ്മച്ചി പോയേ, അമ്മച്ചി പോയേ, അമ്മച്ചി ഡ്രൈവിങ്ങിന് പോയേ. 1 മണിക്കൂർ നമ്മൾ അടിച്ചു പൊളിക്കേ. അയ്യോ ഹോണടിക്കുന്നു. ചേട്ടാ എവനാ ചേട്ടാ? അപ്പൊ ശരി. മറ്റേ വണ്ടിയിലാണെങ്കിൽ നമുക്ക് കാർട്ടൂൺ എന്തെങ്കിലും ഇടായിരുന്നു. ഇതിനകത്ത് ഒരു പരിപാടി നടക്കത്തില്ല. സീറ്റ് കുറച്ച് ബാക്കിലോട്ടാക്കാം. കൂട്ടൻ്റെ കുണം മാറി കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും മൃദുല വന്നു സുഹൃത്തുക്കളെ. അയ്യോ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ചവിട്ടറി അമ്പു കരച്ചില് വന്ന് അമ്മ വന്ന് ഇത്ര നേരം കരഞ്ഞില്ലായിരുന്നു. ഒരു മഴ പെയ്ത് തോന്നുക. ആശാനെ ഓട്ടിച്ചാ ഓടിച്ചാ സാറ് പറഞ്ഞു ഞാൻ ഗൈസ് നല്ല സെറ്റപ്പ് മഴ. NH റോഡിന് നടുക്കിട്ടേക്കുക. നടുക്ക് ഇവിടെ റോഡ് പണി നടക്കുന്ന റോഡാ. ഇവിടെ വണ്ടി പോകുന്നു. കിട്ടില്ല മഴ. അമ്പൂട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സായി. നമ്മളവിടെ ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോ നമ്മുടെ കല്ലമ്പലത്തിലൊരു ഷോപ്പിലാട്ടോ നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നേ. സംഭവം നമ്മളെ കല്ലമ്പലം കഴിഞ്ഞ് വന്നു. മാപ്പൊന്നും കിട്ടില്ല. മഴയായതുകൊണ്ട് കാര്യം പറഞ്ഞു മഴയത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ് ഗൈസ്. നൈസേ. ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു. അമ്പൂട്ടിനെ ഫ്രണ്ട് നിർത്തി വണ്ടി നിർത്തി അവൻ കരയും. നീ അമ്മ ഇടിച്ചടായടാ. കൊച്ചിനെ തള്ളിയിട്ട കുലിഞ്ഞ്. അച്ഛനും മോനെ ഇപ്പൊ പോലീസ് പിടിച്ചേ. അയ്യോ കഴിഞ്ഞില്ല എടുക്കുക. പലഹാരം നീ ഡയലോഗ് അടിച്ച മാമ നിന്നെയും കൂടി എടുത്ത് കയറ്റി കോട്ടല്ലേ. ഈ പ്രോപ്പർട്ടിയും കൂടെ ഡിക്കിൽ വെച്ച് അടച്ചോ. ആരെങ്കിലും പോകൂല. അതെ എല്ലാവരുടെ കാര്യം പറഞ്ഞില്ല. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി. ഒടുക്കത്തെ മഴ. എന്റെ പൊന്ന് എന്തൊരു മഴയാ. നമ്മള് ഭയങ്കര ചട്ടം വിതരോ. നമ്മള് ഇന്ന് വാങ്ങിച്ച എലി ഗോതമ്പ് ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തീർന്നത്. അച്ഛാ എന്തോക്കളെ അനുഗ്രഹം തന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ മഷ്റൂം മസാലക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടായിക്കോളൂ. നമ്മള് കുറച്ച് നമ്മുടെ പെരുംജീരകം കുറച്ച് സ്പൈസസ് ഇട്ട് അങ്ങോട്ട് എണ്ണ അടിച്ചിട്ട് നല്ല മൂപ്പിക്കണം. സത്യത്തിൽ മഷ്റൂം മസാലയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു ചുമ്മാ എന്തെങ്കിലും ഒക്കെ അങ്ങ് ആറിയിട്ടങ്ങ് വെക്കുക. അങ്ങനെ പറ. ടേസ്റ്റ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത്? ടേസ്റ്റ് ആണ്. ആ സാധനം വെച്ച് ഉരുട്ടുകയും ചെയ്യാൻ കുടിക്കുന്നത്. പക്ഷെ ആ നിബിള് തറയപ്പെടാത്തോണ്ട് കുഴപ്പമില്ല. നോക്കടോ ഏതോ വെച്ചടാ.
കാണിക്കുന്നേ? കുറച്ച് സവാളയും ആക്ച്വലി തക്കാളി സെയിം ടൈമിൽ തന്നെ ഇടാം. പിന്നെ മല്ലിയിലയും കൂടെ ഇട്. കഴുകിയായിരുന്നോ? മഷ്റൂം കഴുകി അരിഞ്ഞാടെ വെച്ചേ. ഇതൊക്കെ വളരെ ക്ലീൻ ചെയ്യണം. ഇതിനകത്തൊക്കെ ബാക്ടീരിയാസ് കാണും. ആര് പറഞ്ഞു വാങ്ങിക്കാൻ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ മഷ്റൂം. പക്ഷെ പല സൈസുള്ള മഷ്റൂം ഉണ്ട്. എനിക്ക് ഇതല്ല ഇഷ്ടം. നീളത്തിലുള്ളതാ? ആ അങ്ങനെ. അത് പ്യൂർ വൈറ്റാ. ഇതിനകത്ത് ബ്ലാക്ക് ഉണ്ട്. ഇതാണ് യഥാർത്ഥ മഷ്റൂം. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. എനിക്ക് കൊട പോലെ ഇരിക്കുന്ന ഇഷ്ടം. ഇത് ഉണ്ടയാ. അപ്പൊ നമ്മളെ സവാള ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ഈ മഷ്റൂം സാധനം. കുറച്ച് മഞ്ഞപ്പൊടി, കാരണം നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിട്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ലേശം കുരുമുളക് പൊടി, കുറച്ച് നമുക്ക് എരിവിന് വേണ്ടി. പിന്നെ ഉപ്പ് എന്തിനാ? ഉപ്പ് കുറച്ചുകൂടി ഉപ്പ് കിട്ടാല്ലേ? കുറച്ച് മസാല. ഇവിടെ മിണ്ടി ഇങ്ങോടി വന്നോണം. നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. അപ്പടാ അച്ഛനെ വിളിച്ചോണ്ടാ വന്നേ. അച്ഛന് മോനോട് ഇറങ്ങ് അടുക്കളയിൽ. എനിക്ക് എന്തെങ്കിലും കിട്ടണം. എന്തെങ്കിലുമൊക്കെ കാര്യമാക്കാൻ തോന്നില്ലേ? മിക്സ് വെല്ല കുറച്ച് നമ്മുടെ മല്ലിയില. ഇനി നമ്മള് പരിപാടി ഒന്നുമില്ല. ഇനി ഇത്രയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും. അത് എന്തോ ഏട്ടാ നീ കൊണ്ട് വരുന്നേന്നറിയോ? എന്താ താക്കോൽ ചെറുക്ക നീ? ഒരു സാധനം അവൻ അതൊക്കെ മതി കളിപ്പാട്ട്. ആ ആടെ നിറച്ച് കളിപ്പാട്ടുണ്ട്. അവനത് വേണ്ട. കുറച്ച് തൈര്, അത് മതി. ലേശം കൊഴുപ്പിട്ടാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ്. കൊഴുപ്പ് കൂടാൻ വേണ്ടിട്ടല്ലേ? അതാ ഏട്ടന് ഇത്തിരി കൊഴുപ്പിന്റെ കൂടുതലുണ്ട് ഏട്ടൻ. എനിക്കല്ല, നിനക്കാ. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇത്ര സാധനം ഉണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിച്ചു. എന്റെ പൊന്നും മോളെ, റിച്ച് ഗ്രേവി. ഇത് മാത്രം മതി ചപ്പാത്തി കഴിക്കാൻ. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാ ഗൈസ്. അപ്പൊ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ നായകൻ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. തോനെയുണ്ടല്ലേ? നമുക്ക് രാത്രി തിന്നാൻ വേണ്ടി മാത്രമല്ല, നാളത്തേക്ക് കൊടുക്കാം. മിക്സ് വെല്ലിനി അങ്ങോട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലുക്കല്ലേ മോളെ. ഇതൊക്കെയാണ് മഷ്റൂം മസാല. സാധാരണ ഇതിനകത്ത് ഇതിനും ടേസ്റ്റ് കിട്ടും. ക്രീം ഒഴിക്കും ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒഴിക്കുന്നില്ല. അല്ല, ക്രീം വേണ്ട. ഫ്രഷ് ക്രീം അല്ലേ? ഫ്രഷ് ക്രീം ഒക്കെ ഒഴിച്ചാൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനെയൊക്കെ തരുമല്ലേ? എന്തുവാ ഫുഡ് തേടാ. ഫ്രഷ് ക്രീം ഒഴിക്കാൻ കേട്ടോ കുറച്ച്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലുക്ക് അറ്റ് ദാറ്റ് തിക്നെസ് ആൻഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം മതി ഇല്ലേ കൂൺ വേവാനായിട്ട്? പെട്ടെന്ന് വേവും. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പോ. നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ വെക്കുന്നില്ലേ? ചപ്പാത്തി ഇങ്ങനെ കൂടെ ഡിപ്പ് ചെയ്യാം. ഒരു സൂപ്പർ കോമ്പോയാ. പൊന്നു മോളെ, ഹോട്ടലിൽ കഴിക്കണമെന്നൊക്കെ ഇരിക്കുന്നു. നമ്മൾ തന്നെ വെച്ചിട്ട് നമ്മൾ പൊക്കി അടിക്കാന്ന് വിചാരിക്കില്ല. സീരിയസ് ആയിട്ട് ഹോട്ടലിൽ കഴിക്കണം. സെറ്റപ്പ് ഇല്ലേ? അണ്ടിപ്പരിപ്പ് മസ്റ്റാട്ടോ. അപ്പം എന്നാൽ അതിൻ്റെ ഒരു കൊഴുപ്പും സ്വീറ്റ്നെസ്സും കിട്ടും. പിന്നെ ജീരകവും മസ്റ്റാട്ടോ. ആദ്യം ജീരകം ഇട്ടായിരുന്നു. വലിയ എരിയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇച്ചിരി നാക്കൊന്ന് നീട്ടി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ലവ് യു ബൈ. നാളെ അമ്മൂട്ടൻ്റെ പിറന്നാളാണ്. ഒരു വയസ്സായില്ല, ഡേറ്റ് അനുസരിച്ച് പിറന്നാള്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്യണം. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബൈ.